സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു കാർ സർവീസിന് പോയി. ഞാനും എൻ്റെ സുഹൃത്തുമായി അദ്ദേഹത്തിൻ്റെ കാർ സർവീസ് ചെയ്യാൻ പോയി. നമുക്കറിയാം, നമ്മൾ അയർലൻഡിലൊക്കെ വർഷത്തിലൊരിക്കലാണ് ഫിൽറ്റർ ചേഞ്ച്, ഓയിൽ ചേഞ്ച് ഒക്കെ ചെയ്യുക. കഴിഞ്ഞ വർഷം ഇതുപോലെ ഫിൽറ്റർ ചേഞ്ച് ചെയ്തപ്പോൾ കബളിപ്പിക്കപ്പെട്ട കാര്യവും അതോടൊപ്പം തന്നെ അയർലൻഡിലെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഇൻഷുറൻസിൻ്റെ കിട്ടുന്നതിൻ്റെ ഒരു പുതിയ അപ്ഡേറ്റുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞങ്ങൾ എൻ്റെ സുഹൃത്തിൻ്റെ പ്രീമിയം കാറായ ഓഡി സർവീസ് ചെയ്യാൻ ഇയർലി സർവീസിന് പോയപ്പോഴാണ് അവിടുത്തെ സർവീസ്മാൻ ഞങ്ങളെ ഈ കാഴ്ച കാണിച്ചു തന്നത്. അതായത് കഴിഞ്ഞ വർഷം അദ്ദേഹം ശ്വസിച്ച ഒരു സർവീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് അവർ ബിലോ സ്റ്റാൻഡേർഡ് ഫിൽറ്റേഴ്സാണ്, അതും സെക്കൻഡ് ഹാൻഡ് ഫിൽറ്റേഴ്സാണ് ഇട്ട് വിട്ടത് എന്ന് അദ്ദേഹം ഞങ്ങളെ എടുത്ത് കാണിക്കുകയായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ഇതുപോലെ സ്റ്റാൻഡേർഡ് കുറഞ്ഞ ഫിൽറ്റേഴ്സൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും പ്രീമിയം കാറിൻ്റെയൊക്കെ ആ ഒരു കണ്ടീഷനെയും പെർഫോമൻസിനെയും ഒക്കെ ഇത് ബാധിക്കും. കാരണം നമ്മൾ ഇയർലി വൺസ് മാത്രമാണ് ഇതൊക്കെ ചേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് അവെയർ ആയിരിക്കാനാണ് ഇത് പറയുന്നത്. നമ്മളൊക്കെ വിശ്വസിച്ച് കൊടുക്കുന്നതാണ്. കഴിവതും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ സർവീസിന് പോകുമ്പോൾ പുതിയ ഫിൽറ്റേഴ്സൊക്കെ നമ്മൾ തന്നെ മേടിച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. 99% ആൾക്കാരും നല്ല സർവീസ് തന്നെയാണ് തരുന്നത്. ഇക്കാര്യങ്ങൾ നിങ്ങളുടെ ഒരു അവെയർനെസ്സിനായിട്ട് പങ്കുവച്ചു എന്ന് മാത്രം. അടുത്ത ഒരു അപ്ഡേറ്റ് നമുക്ക് പറയാനുള്ളത്, അയർലൻഡിൽ വരുന്ന മിക്കവരും തന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ കാർ എടുക്കാറുണ്ട്. സിറ്റി പ്രദേശങ്ങളിലല്ലാത്ത സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്കൊക്കെ വളരെ അത്യാവശ്യമാണ് കാർ. എന്നാൽ കാർ ഇൻഷുറൻസും ഇതിനോടൊപ്പം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി മുതൽ കാർ ഇൻഷുറൻസ് കിട്ടാൻ കുറച്ചുകൂടി കാലതാമസം എടുക്കുമെന്നാണ് അറിയുന്നത്. കാരണം 2025 മാർച്ച് 31 മുമ്പ് വരെയുള്ള സമയങ്ങളിൽ നമുക്ക് ഇൻ്റർനാഷണൽ ലൈസൻസ് വെച്ചിട്ട് കാർ ഇൻഷുറൻസ് കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അറിയുന്ന അപ്ഡേറ്റ് പ്രകാരം ഈ വർഷം 2025 മാർച്ച് 31 മുതൽ ഡ്രൈവർ നമ്പർ ഉള്ളവർക്ക് മാത്രമേ കാർ ഇൻഷുറൻസ് കൊടുക്കൂ എന്നാണ് അറിയുന്നത്. അതായത് ലേണർ പെർമിറ്റ് ഉള്ളവർക്ക് മാത്രമായിരിക്കും കാർ ഇൻഷുറൻസ് കിട്ടുക. അയർലൻഡിൽ എത്തിയിട്ട് ലേണർ പെർമിറ്റ് സ്വന്തമാക്കണമെങ്കിൽ ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിർബന്ധമാണ്. IRP കാർഡ്, ലേണർ തിയറി ടെസ്റ്റ് ഇതൊക്കെ പാസ്സായി ടെസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ ഏകദേശം 3 മാസത്തോളമെങ്കിലും ലേണർ പെർമിറ്റ് കിട്ടാൻ. എന്നാൽ ഐറിഷ് സർക്കാർ ഇതുകൊണ്ട് റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഡ്രൈവിംഗ് നിയമങ്ങൾ പൂർണ്ണമായി അനുസരിച്ച് വണ്ടി ഓടിക്കുകയും ചെയ്യുക ഉള്ള ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ഈ അപ്ഡേറ്റ് 2025 മാർച്ച് 31 മുതൽ പ്രാബല്യത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. പുതിയ അറിവുകളും അപ്ഡേറ്റ്സുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.